വെൽക്കം ടു K2CSE. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 മെയിൻലി കൺസേൺ ചെയ്യുന്ന പ്രോബ്ലം സോൾവിംഗ് ആണ്. ഇവിടെ മൊഡ്യൂൾ 2ൻ്റെ സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൊഡ്യൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബ്ലം സ്റ്റേറ്റ് സ്പേസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. പ്രോബ്ലം എന്തുവാ? ഇഷ്യൂ ആണല്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഇഷ്യൂസിനെയല്ലേ നമ്മൾ പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രോബ്ലം ഈസ് ദ ഇഷ്യൂ വിച്ച് കംസ് അക്രോസ് എനി സിസ്റ്റം. ഏതൊരു സിസ്റ്റവും ആവട്ടെ അതിലേക്കുണ്ടാകുന്ന ഇഷ്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോബ്ലം എന്ന് പറയുന്നത്. എ സൊല്യൂഷൻ ഈസ് നീഡഡ് ടു സോൾവ് ദ പെർട്ടിക്കുലർ പ്രോബ്ലം. ഏതൊരു പ്രോബ്ലം ആവട്ടെ നമുക്കതിനെ സോൾവ് ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ ആവശ്യമാണ്. എ പ്രോബ്ലം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് എലമെൻറ്റ് ആൻഡ് ദിയർ റിലേഷൻഷിപ്പ്. അതായത് നമ്മളൊരു പ്രോബ്ലത്തിനെ മെയിൻലി ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ്. ഇപ്പോൾ പ്രോബ്ലത്തിന് പല പാർട്സുകളുണ്ടെങ്കിൽ ആ ഓരോ പാർട്ടുകളും ഒരു പാർട്ട് ടു അനദർ പാർട്ടിലേക്കുള്ള റിലേഷനും വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലത്തിന് എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. വെച്ചാൽ ഇപ്പോൾ പ്രോബ്ലത്തിന് P1 P2 അങ്ങനെ പല പാർട്ടുകളായിട്ട് തിരിച്ചെങ്കിൽ P1ൽ നിന്ന് P2യിലേക്കുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ഇത്രയും വെച്ച് ഈ രണ്ട് എലമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റേറ്റ് മീൻസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോബ്ലം എലമെൻറ്റ്സ്. ഈ പറയുന്ന പ്രോബ്ലം എലമെൻറ്റുകളുടെ റെപ്രസെൻറ്റേഷനെ സ്റ്റേറ്റ് എന്ന് പറയും. ആൻഡ് സ്റ്റേറ്റ് സ്പേസ് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ സ്റ്റേറ്റ്. ഇതുപോലുള്ള ഒരുപാട് സ്റ്റേറ്റുകളുടെ സെറ്റിനെ നമ്മൾ സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയും. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ പ്രോബ്ലം എലമെൻറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷനെ സ്റ്റേറ്റ് എന്ന് പറയും. അങ്ങനെ ഒരുപാട് സ്റ്റേറ്റുകളുടെ സെറ്റിനെ നമ്മൾ സ്റ്റേറ്റ് സ്പേസ് എന്ന് പറയും. അപ്പോൾ പ്രോബ്ലം സ്റ്റേറ്റ് സ്പേസ് എന്താണെന്ന് ക്ലിയറായി. ഇനി സ്റ്റേറ്റ് സ്പേസിന് രണ്ട് സംഭവങ്ങളാണുള്ളത്. സെറ്റ് ഓഫ് സ്റ്റേറ്റും സെറ്റ് ഓഫ് റൂളും. സെറ്റ് ഓഫ് സ്റ്റേറ്റിൽ മെയിൻലി നമ്മൾ നോക്കുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റും ഗോൾ സ്റ്റേറ്റും. എന്തായിരിക്കും ഇനിഷ്യൽ സ്റ്റേറ്റ്? പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേറ്റിനെയാണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഗോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റബിൾ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഒരു സ്റ്റേറ്റിലെത്തി പ്രോബ്ലത്തിൻ്റെ ആക്യുറേറ്റ് സൊല്യൂഷൻ എത്തത്തില്ലേ, ആ ഒരു അക്സെപ്റ്റബിൾ സ്റ്റേറ്റിനെയാണ് ഗോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി സെറ്റ് ഓഫ് റൂൾസ്. അപ്ലൈയിങ് റൂൾ ടു ദ കറണ്ട് സ്റ്റേറ്റ് ആൻഡ് ട്രാൻസ്ഫോം ടു അനദർ സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് P1ൽ നിന്ന് P2ലോട്ട് നമ്മൾ പോകുന്നെങ്കിൽ P1ൽ റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്? P2ലോട്ട് എത്തുന്നത്. ഇനി സ്റ്റേറ്റ് സ്പേസ് ട്രീ യൂസ് ദ എയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടു സോൾവ് പ്രോബ്ലം. സ്റ്റേറ്റ് സ്പേസ് ട്രീ എന്ത് ചെയ്യുന്നു? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഇനി എയിലുള്ള പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾസൊക്കെയാണ്. ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. നമുക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ എഴുതാം. ചെസ്സ്, TSP, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, ടവർ ഓഫ് ഹെനോയി പ്രോബ്ലം, എൻക്യൂൻസ് പ്രോബ്ലം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് റിയൽ വേൾഡ് പ്രോബ്ലം. റിയൽ വേൾഡ് പ്രോബ്ലത്തിലുള്ള എക്സാമ്പിൾസ് ആണ് VLSI ലേഔട്ട് പ്രോബ്ലം. അതായത് നമ്മുടെ VLSI സർക്യൂട്ട് ഡിസൈനിൻ്റെ ലേഔട്ടൊക്കെ ഇല്ലേ, അതിൻ്റെ പ്രോബ്ലം, ഇൻ്റർനെറ്റ് സെർച്ചിങ്, റോബോട്ട് നാവിഗേഷൻ, സ്പീച്ച് റെക്കഗ്നിഷൻ സിസ്റ്റം. ഇത് ജസ്റ്റ് ഈ നെയിംസ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ മെയിൻലി 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ദ പ്രോബ്ലം ഈസ് ഡീകമ്പോസ്ഡ് ടു എ സെറ്റ് ഓഫ് സ്മാളർ സബ് പ്രോബ്ലം. അതായത് ഇപ്പോൾ തന്നേക്കുന്ന ഒരു പ്രോബ്ലത്തിനെ നമുക്ക് കുഞ്ഞു സബ് പ്രോബ്ലംസ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുമോ, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ, അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ക്യാൻ സൊല്യൂഷൻ സ്റ്റെപ്സ് ബി ഇഗ്നോർഡ്. ഇതിൽ ഓരോന്നിനും ഇപ്പോൾ നമ്മൾ മാത്സിലൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴത്തേനും ഒരുപാട് സ്റ്റെപ്പ് എഴുതിയിട്ടല്ലേ ഫൈനൽ സ്റ്റെപ്പിലോട്ട് എത്തുന്നത്. അപ്പോൾ അന്നേരം ഈ സൊല്യൂഷൻ സ്റ്റെപ്പുകളെയൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ, വേണ്ടാന്ന് വെക്കാം. കുറേ സ്റ്റെപ്സുകളെയൊക്കെ നമുക്ക് വേണ്ടാന്ന് ചെയ്യാൻ പറ്റുമോ? ഈസ് ദ പ്രോബ്ലംസ് യൂണിവേഴ്സലി പ്രഡിക്റ്റബിൾ. ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? ഈസ് ദ ഫസ്റ്റ് സൊല്യൂഷൻ ഇസ് എ ഗുഡ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം വിത്തൗട്ട് കമ്പയറിംഗ് ടു ഓൾ ദ പോസിബിൾ സൊല്യൂഷൻ. അതായത് ഇപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിന് ഞാൻ 3 ഫീസിബിൾ സൊല്യൂഷൻസ് പറഞ്ഞു. പക്ഷെ വേറൊരാൾ എന്ത് ചെയ്യുക? ഈ പ്രോബ്ലത്തിന് ഒന്നാമത്തെ ഫീസിബിൾ സൊല്യൂഷൻ എത്തിയപ്പോൾ തന്നെ ഇത് തന്നെയാണ് കറക്റ്റ്, ഇനി അടുത്തതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞ് ഇതിനെ ഗുഡ് സൊല്യൂഷനാക്കി എടുക്കുന്നു. ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുക. അതെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണോ നമ്മൾക്ക് കിട്ടിയത് എന്നാണ് കൊടുത്തേക്കുന്നത്. ഈസ് ദ ഫസ്റ്റ് സൊല്യൂഷൻ ഈസ് ഗുഡ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. പ്രോബ്ലത്തിൻ്റെ ഈ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗുഡ് സൊല്യൂഷൻ ആണോ വിത്തൗട്ട് കമ്പാരിസൺ ടു ഓൾ അതർ പോസിബിൾ സൊല്യൂഷൻ. ബാക്കി പോസിബിൾ സൊല്യൂഷനെ കമ്പയർ ചെയ്യാൻ നമുക്കത്
പറയാൻ പറ്റുമോ? ഈസ് ഡിസൈഡ് സൊല്യൂഷൻ ഈസ് എ പാത്ത് ടു എ സ്റ്റേറ്റ്. അതായത് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് വേറൊരു സ്റ്റേറ്റിലേക്കുള്ള പാത്താണോ എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷൻ കഴിഞ്ഞ് അടുത്ത വീണ്ടും ഒരു സ്റ്റേറ്റിലോട്ട് ആ സൊല്യൂഷൻ്റെ കൂടെ നമുക്ക് അടുത്ത സ്റ്റേറ്റിലോട്ട് എത്താൻ പറ്റുമോ? ലാസ്റ്റത്തെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈസ് ലാർജ് എമൗണ്ട് ഓഫ് നോളജ് റിക്വയർഡ് ടു സോൾവ് ദ പ്രോബ്ലം. ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് നോളജ് വേണോ? അടുത്ത എന്താ ക്യാൻ പ്രോബ്ലം റിക്വയർഡ് കമ്പ്യൂട്ടർ ആൻഡ് പേഴ്സണൽ ഇൻട്രാക്ഷൻ. നമ്മുടെ പ്രോബ്ലത്തിന് കമ്പ്യൂട്ടറിൻ്റെയും ഹ്യൂമൻ ബീങ്സിൻ്റെയും ഇൻട്രാക്ഷൻ വേണോ? അങ്ങനെ 7 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നമ്മുടെ പ്രോബ്ലത്തിനെ ഡീകമ്പോസ് ചെയ്ത് സബ് പ്രോബ്ലം ആക്കാൻ പറ്റുമോ? രണ്ടാമത്തെ എന്താണ്? ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സിനെയൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? മൂന്നാമത്തെ എന്താ? ഈ പ്രോബ്ലം യൂണിവേഴ്സലി പ്രെഡിക്റ്റബിൾ ആണോ? നാലാമത്തെ എന്താ? നമ്മൾ ആദ്യത്തെ സൊല്യൂഷനെ തന്നെ ഗുഡ് സൊല്യൂഷനാക്കി അങ്ങ് എടുത്ത് മറ്റു സൊല്യൂഷനെയൊക്കെ കമ്പയർ ചെയ്യാതെ ആദ്യത്തേനെ തന്നെ ഗുഡ് സൊല്യൂഷനാക്കി നമുക്ക് എടുക്കാൻ പറ്റുമോ? നാലാമത്തെ എന്താ? ഡിസൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന വേറെ സ്റ്റേറ്റിലേക്കുള്ള പാത്താണോ? അഞ്ചാമത്തത് എന്താ? നമുക്ക് ഈ സൊല്യൂഷൻ സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് നോളജ് വേണോ? ആറാമത്തെ എന്താ? ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷന് കമ്പ്യൂട്ടർ പേഴ്സണൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വേണോ? സോ നമ്മൾ എന്തൊക്കെ നോക്കി? പ്രോബ്ലം എന്താണെന്ന് നോക്കി. ഒരു ഇഷ്യൂവിനെ പ്രോബ്ലം എന്ന് പറയും. അതിന് ഉറപ്പായിട്ട് ഒരു സൊല്യൂഷൻ കാണും. പ്രോബ്ലത്തിന് 2 സംഭവങ്ങളുണ്ട്, എലമെൻസും ഉണ്ട്, റിലേഷൻഷിപ്പും ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എലമെൻസിൻ്റെ റെപ്രസെൻറ്റേഷനും, സ്റ്റേറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റുകളുടെ സെറ്റും. പിന്നെ സ്റ്റേറ്റിന് 2 പാർട്ടുണ്ട്, സെറ്റ് ഓഫ് സ്റ്റേറ്റും സെറ്റ് ഓഫ് റൂൾസും. സ്റ്റേറ്റ് സ്പേസിന് 2 കാര്യങ്ങളുണ്ട്, സെറ്റ് ഓഫ് സ്റ്റേറ്റും സെറ്റ് ഓഫ് റൂൾസും. സെറ്റ് ഓഫ് സ്റ്റേറ്റിന് 2 ഉണ്ട്, ഇനിഷ്യൽ സ്റ്റേറ്റും ഗോൾ സ്റ്റേറ്റും. പിന്നെ സെറ്റ് ഓഫ് റൂൾസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ 2 കാര്യങ്ങൾ നോക്കിയായിരുന്നു. പിന്നെ എക്സാമ്പിൾസ്, എയുടെ എക്സാമ്പിളും റിയൽ വേൾഡ് പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിളും, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്.